السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അടുത്ത 37ാമത്തെ കിതാബാണ് ജോലിക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആണ് മെയിനായിട്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെങ്കിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ജോലിക്കുള്ള മുഖാമുഖം, അതല്ലെങ്കിൽ ജോലിക്ക് ആളെ എടുക്കുന്ന രീതി, അപ്പോൾ അതിൻ്റെ ടെസ്റ്റ്, പരീക്ഷ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാമാണ് കിതാബുൽ ഇജാറ. നല്ല മനുഷ്യനെയാണ് എടുക്കേണ്ടത്. അല്ലാഹു തആലയുടെ വചനം, തീർച്ചയായും ഒരു ജോലിക്ക് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കാൻ ഏറ്റവും യോഗ്യരായത് ശക്തരും വിശ്വാസ്യയോഗ്യരായവരും ആണ്. 28ാമത്തെ സൂറത്ത് 26ാമത്തെ ആയത്ത്. അതിൻ്റെ വിശദീകരണം, വിശ്വസിക്കാവുന്ന ഒരു കണക്കപ്പുള്ള അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്നയാൾ, ട്രഷറി നോക്കുന്ന ആൾ, സ്ഥാനമോഹി അല്ലാത്ത അല്ലെങ്കിൽ അധികാരമോഹി അല്ലാത്ത, അല്ലെങ്കിൽ ഒരു ജോലി വേണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ജോലി ആത്മാർത്ഥമായി ചെയ്യണം എന്നില്ല, അങ്ങനെ അല്ലാത്ത ഒരാൾ. ഇതാണ് വിശദീകരണത്തിൽ കൊടുക്കുന്നത്. ഇസ്തിജാരി റജുലി സ്വാലിഹ് വഖൗലില്ലാഹി തആല ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. സൂറത്തുൽ ഖസസ് 26. ഇത് മൂസ അലൈഹിസ്സലാമിൻ്റെ കഥയിൽ പറയുന്ന സംഭവമാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ആകേണ്ടുന്ന ഒരു സ്ത്രീ അവരുടെ വാപ്പ അടുത്ത് പറയാണ്, വാപ്പ തീർച്ചയായും വാടകയ്ക്ക് അല്ലെങ്കിൽ ജോലിക്കാരനായി എടുക്കാൻ ഏറ്റവും യോഗ്യൻ ഖവിയ്യ്, ഖുവ്വ, ശക്തിയുള്ളവനും, അൽ അമീൻ, വിശ്വസ്തനും ആയവനായിരിക്കണം. അപ്പോൾ ഇയാളിൽ അത് രണ്ടും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂസ അലൈഹി സ്വലാമിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു രംഗമാണത്. നമ്മളിതെല്ലാം ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ 28ാമത്തെ സൂറത്തിൻ്റെ ഖുർആനെ അറിയുക എന്നുള്ള പരമ്പരയിൽ വിശാലമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കാണുക. വൽ ഖാസിനുൽ അമീനു വമൻ ലം യസ്തഅമൽ മൻ അറാദഹു. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, വിശ്വാസ്യനായ കണക്കപ്പുള്ള അല്ലെങ്കിൽ കാര്യസ്ഥൻ, അതല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന ആൾ, ട്രഷറർ, ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ കൊടുക്കുന്നവൻ, അവനോട് എന്താണോ കൊടുക്കാൻ പറഞ്ഞത് അത്, അവൻ ഒരു ധർമ്മിഷ്ഠൻ ആയ ആളാകുന്നു. നമ്മൾ നേരത്തെയുള്ള ഹദീസിൽ കണ്ടിട്ടുണ്ട്, സക്കാത്തിലൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ഒരു ഉടമസ്ഥൻ പറയുകയാണ്, എടാ ഇവനൊരു 100 രൂപ കൊടുത്തേരെ എന്ന് പണിക്കാരനോട് പറഞ്ഞാൽ, അത് വിശ്വാസ്യതയോടെ അത് കൊടുത്താൽ ആ പണിക്കാരനും ആ സക്കാത്ത് കൊടുത്ത കൂലി ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അവനോട് എന്താണോ കൊടുക്കാൻ ഉത്തരവിട്ടത് അവനും ആ ദാനം കൊടുത്ത 2 പേരിൽ ഒരാളാകുന്നു. അതായത് ഒന്നാമൻ ഓണറും ഉടമസ്ഥനും ചുമ്മാ പൈസ കൊണ്ടുപോയി കൊടുത്തു, പണിക്കാരനായിട്ട് പോലും അതിന് കൂലി കിട്ടും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മതം എന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹീതമായ മതമാണ്, തൊട്ടതിനും പിടിച്ചതിനൊക്കെ കൂലി കിട്ടുന്ന മതമാണ്. അബീ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഖാസിനുൽ അമീനു അല്ലദീ യുഅദ്ദി മാ ഉമിറ ബിഹി ത്വയ്യിബുൻ നഫ്സുഹു അഹദുൽ മുതസ്വദ്ദഖൈനി. അബൂ മൂസ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോയി. അശ്ശരി ഗോത്രത്തിൽ നിന്നുള്ള 2 ആളുകളുമായിട്ടാണ് പോകുന്നത്. അത് അശ്ശരി എന്ന് പറയുന്നത് അബൂ മൂസ അശ്ശരി, അബൂ മൂസയുടെ ഗോത്രത്തിൽ തന്നെ ഉള്ളവരാണ്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല അവർ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നമ്മൾ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച്, അതായത് വളരെയധികം അത്യാവശ്യത്തോടുകൂടി ജോലി വേണം എന്ന് വിചാരിച്ച് നടക്കുന്നവരെ ജോലിക്ക് എടുക്കാറില്ല. അപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ നടക്കുന്നവരെ ജോലിക്ക് എടുക്കരുതെന്നാണ് ഒരു സുന്നത്ത്, റസൂലിൻ്റെ സുന്നത്താണത്. അൻ അബീ മൂസ ഖാല അഖ്ബൽതു ഇല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മഅയ റജുലാനി മിനൽ അശ്അരിയ്യീന ഫഖുൽതു മാ അലിംതു അന്നഹുമാ യത്ലുബാനിൽ അമൽ ഖാല ലൻ ഔലാ നസ്തഅമിലു അലാ അമലാനി മൻ അറാദഹു. അത് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുകയില്ല. ആടിനെ ഒരു ഖീറാത്തിന് നോക്കാനായിട്ട് ആട്ടിടയനെ ജോലിക്ക് ഏർപ്പെടുത്തുന്നത് റയിൽ ഗനമി അല ഖറാരീത്ത. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ അര ദാനിക്കാണ്. ഒരു ദാനിക്ക് എന്ന് പറഞ്ഞാൽ 1/6 ദിർഹം ആണ്, ഏതാണ്ട് 12 ദിർഹം. ചിലപ്പോൾ അതിൻ്റെ വില ഉഹദ് മലയെപ്പോലെ വലുതാവുകയും ചെയ്യാം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതാണ് ഈ പറയുന്നത്. അത് കൂടണമെങ്കിൽ കൂടാമെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല ആടിനെ നോക്കാത്തവരായിട്ട്. അപ്പോൾ ആടിനെ നോക്കാത്ത പ്രവാചകന്മാരില്ല ലോകത്തിൽ. ആദം അലൈഹിസ്സലാം തൊട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും ആടിനെ നോക്കിയിട്ടുണ്ട്, അവർ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ പ്രായമായതിനു ശേഷമോ. മൂസ അലൈഹിസ്സലാമിൻ്റെ കഥ നമുക്കറിയാം. ഫിറൗൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് 10 കൊല്ലത്തോളമാണ് അവിടെ ആടിനെ നോക്കി ജീവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹചാരികൾ അല്ലെങ്കിൽ സഹാബാക്കൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കളും അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉവ്വ, ഞാനത് ചെയ്തിട്ടുണ്ട്. മക്കയിലുള്ള
കുറച്ച് ആളുകളുടെ ആടിനെ ഞാൻ ഏതാനും ഖീറാത്തിന് വേണ്ടി നോക്കാറുണ്ടായിരുന്നു. അവരെ നാട്ടുകാരുടെയൊക്കെ ആടിനെ പിടിച്ചുകൊണ്ടുപോയി പുല്ലൊക്കെ തിരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൂലി കൊടുക്കും. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ما بعث الله نبيا إلا رعى الغنم فقال أصحابه وأنت فقال نعم كنت أراها على قراريط لأهل مكة. അവിശ്വാസികളെ അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരെ മുശ്രിക്കുകളെ ജോലിക്ക് എടുക്കുന്നത് അത്യാവശ്യമായി വന്നാൽ, അതല്ല മുസ്ലിം ഇല്ലാത്തൊരവസ്ഥയിൽ ജോലിക്ക് എടുക്കുന്നത്. ഇസ്തിജാരിൽ മുശ്രിക്കീന എന്ത ബറൂറത്തി ഔ ഇദാലം യൂജദ് അഹ്ലുൽ ഇസ്ലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദനെ ജോലിക്ക് എടുത്തു. ഖൈബറിൽ ആ നാട് നനയ്ക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. വാമലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദ ഖൈബറ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കറും മുശ്രിക്കുകളെ ജോലിക്ക് വച്ചിട്ടുണ്ട്. അത് ബനി അദ്ദയിൽ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു. പിന്നെ ഒരാൾ ബനി അബ്ദു ബിൻ അദി എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള ഒരാളും ആയിരുന്നു. അവരെ വഴികാട്ടിയായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒരു ബഹുദൈവ ആരാധകൻ അല്ലെങ്കിൽ മുശ്രിക്ക്, മുസ്ലിം അല്ലാത്ത ഒരാളെ ഉപയോഗിച്ചിട്ടാണ് വഴികാട്ടിയായിട്ട് പോയത്. മക്കയിലുള്ള മുഴുവൻ ഖുറൈശികളും കൊല്ലാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ അത്രയധികം അത്യാവശ്യമാണ്. പിന്നെ ആ പണിക്ക് അറിയാവുന്ന ഏറ്റവും നല്ല ആൾ അതാണ്. അപ്പോൾ അതിൽ മുസ്ലിം അമുസ്ലിം നോക്കേണ്ട കാര്യമില്ല. വിശ്വാസയോഗ്യതയുള്ള ആളാണോ എന്ന് നോക്കിയാൽ മതി, ഒറ്റ കൊടുക്കരുത്, മാത്രം നോക്കിയാൽ മതി. ഈ കാര്യത്തിൽ ആൾ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള വഴികാട്ടിയായിരുന്നു. അവൻ്റെ സത്യം അല്ലെങ്കിൽ വാക്ക് പറഞ്ഞിരുന്നത് പൊട്ടിച്ചു. അവന് അൽ അസീബ് ബിൻ വായിൽ ഗോത്രത്തിനോട് എന്തോ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഖുറൈശികളുടെ ബഹുദൈവ ആരാധന ചെയ്യുന്ന മതത്തിൽ ആയിരുന്നു, ബഹുദൈവ ആരാധകനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും അവനിൽ ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു. അവൻ ചതിക്കില്ല എന്ന്, അല്ലെങ്കിൽ ഈ പണിക്ക് ഏറ്റവും പറ്റിയ ആളാണ്, വേറെ ആരും ഇത്രയും പറ്റിയ ആളില്ല, ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു ആളുടെ മേളിൽ. എന്നിട്ട് അവന് ഇവരുടെ യാത്ര ചെയ്യാനുള്ള ഒട്ടകങ്ങളെയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ മുങ്ങുവാണ്, പോയി കുറച്ച് ഒരു ഗുഹയുടെ അവിടെ പോയി ഇരിക്കും, നീ പിന്നെ ഒട്ടകവുമായിട്ട് അങ്ങോട്ട് വന്നാൽ മതി 3 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ സൗർ ഗുഹയിലേക്ക് അവർ പോകുന്നതും അവിടെ 3 ദിവസം ഇരിക്കുന്നതും, അപ്പോൾ അങ്ങോട്ട് ഇയാൾ ഒട്ടകമായിട്ട് വരും. അങ്ങനെ അയാൾ അവരുടെ 2 യാത്ര ഒട്ടകങ്ങളെയായിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. അവർ രണ്ടുപേരും, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും യാത്ര തുടങ്ങി ആമിർ ബിൻ ഫുഹൈറയുടെ കൂടെ. അപ്പോൾ ഇയാളാണ് അവിശ്വാസി ആരാധകനായ മനുഷ്യൻ. അവൻ ദൈലി ഗോത്രത്തിൽ നിന്നുള്ള വഴികാട്ടിയായിരുന്നു, ഗൈഡായിരുന്നു. അവൻ അവരെ മക്കയുടെ താഴെ കൂടെ കൊണ്ടുപോയി കടൽ തീരത്തേക്ക് എത്തിച്ചു. അപ്പോൾ സാധാരണ പതിവില്ലാത്ത വഴിയിലൂടെയാണ് പോയത്, കാരണം ഖുറൈശികൾ ഒരു രീതിയിലും അവരെ ട്രാക്ക് ചെയ്യരുത് എന്നുള്ളതുകൊണ്ട്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ വസ്തഅജറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅബൂബക്കറിൻ റജുലൻ മിൻ ബനി ദീലി ثم من بني عبد ابن عدي هاديا الماهر بالهداية قد أمس يمين حلف في آل الغاسي ابن وائل وهو على دين كفار قريش فأمناه فدفعها إليه راحلتيهما ووعده غار ثور بعد 3 ليال فأتاها براحلتيهما صبيحة ليال 3 فارتحل وانطلق معهما عامر بن فهيرة والدليل الديلي فأخذ بهم أسفل مكة وهو طريق الساحل. ഒരാൾ അഡ്വാൻസായി ജോലിക്ക് എടുക്കുന്നത്, ഒരാളായത് നിന്നെ ഞാൻ ജോലിക്ക് എടുത്തിരിക്കുന്നു, പക്ഷേ നിൻ്റെ ജോലി തുടങ്ങുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്, അതല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ രീതി അതാണ്. പക്ഷേ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് എടുക്കാൻ പറഞ്ഞാൽ രാവിലെ വരുന്നു, ജോലിക്ക് എടുക്കുന്നു, ജോലി കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആ ഗൈഡ് വഴികാട്ടിയുടെ ഹദീസ് തന്നെയാണ്. ആ ജോലി തുടങ്ങുന്ന സമയമാകുമ്പോൾ ആൾ എത്തുക, ജോലി ചെയ്യുക, അതാണ് അവരുടെ എഗ്രിമെൻറ്റ്. ഇദസ്തഅജറ അജീറൻ ലിയഅമല ലഹു ബഅദ 3 അയ്യാമിൻ ഔ ബഅദ ശഹ്റിൻ ഔ ബഅദ സനത്തി ജാസ വഹുമാ അലാ ശർത്തിഹിമാ അല്ലദീ ശതറത്താഹു ഇദാ ജാഅ അൽ അജൽ.
ആയിഷ റളിയല്ലാഹുവിനെ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഒരു മനുഷ്യനെ വാടകയ്ക്ക് എടുത്തു, ജോലിക്കെടുത്തു. അത് ബനി അദ്ദൈൽ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു. അയാൾ എക്സ്പേർട്ടായിട്ടുള്ള ഗൈഡായിരുന്നു. അതായത് ആ നാട്ടിലെ ഏറ്റവും നല്ല വഴികാട്ടി. അയാൾക്കറിയാവുന്ന വഴികൾ, ഊടുവഴികൾ, കുന്നിൻ ചെരുവിൽ ഉള്ളത്, മലയുടെ മുകളിൽ കൂടെ ഉള്ളത്, മലയുടെ താഴെ കൂടെ ഉള്ളത്, ഗുഹകളൊക്കെ എവിടെ, വഴിക്ക് അവിടെ നിന്ന് വെള്ളം കിട്ടും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള യാത്രകളിൽ. അപ്പോൾ അതെല്ലാം അറിയാവുന്ന, ആ മക്കയും മദീനയും കാണാതെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അവൻ മുശ്രിക്ക്, ബഹുദൈവ വിശ്വാസി ആയിരുന്നു. മക്കക്കാരുടെ ഖുറൈശികളുടെ ദൈവവിശ്വാസങ്ങൾ പുലർത്തുന്ന ആളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മക്കക്കാർ റസൂലിനെ കൊല്ലാൻ നടക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് ഹിജ്റ പോകുന്നത്, പലായനം ചെയ്യുന്നത്. ഓടിപ്പോകുമ്പോൾ വഴികാട്ടിയായിട്ട് എടുക്കുന്ന അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും അവരുടെ രണ്ടുപേർക്കും യാത്ര ചെയ്യാനുള്ള ഒട്ടകത്തിനെ ആളെ ഏൽപ്പിച്ചു. എന്നിട്ട് അവനോട് സത്യം വാങ്ങിച്ചു, അല്ലെങ്കിൽ വാക്ക് പറയിപ്പിച്ചു. അതായത് ഈ ഒട്ടകത്തിനെ രാവിലെ 3 ദിവസം കഴിയുമ്പോൾ ഞാൻ തൗർ ഗുഹയുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കാം എന്ന്. അപ്പോൾ അത് ഹലാലാണ്, സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹാ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് വസ്തഅജറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ റജുലൻ മിൻ ബനി ദീലി ഹാദിയൻ ഖിരീതൻ വഹുവ അലാ ദീനി കുഫാരി ഖുറൈശ് ഫദഫഅഹാ ഇലൈഹി റാഹിലതൈഹിമാ വവഅദഹു ഗാറ തൗരിൻ ബഅദ 3 ലയാലിൻ ഫഅതാഹുമാ ബിറാഹിലതൈഹിമാ സുബ്ഹ 3. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ജോലിക്ക് എടുക്കാവുന്നതിന് ഇപ്പോഴത്തെ കാലത്ത് അതുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ജോലി വരുന്ന, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഇന്ന മാസം 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് വരിക. പ്രൈവറ്റ് ജോലിയാണെങ്കിൽ അടുത്ത 30 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 60 ദിവസം കഴിയുമ്പോഴോ കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് വിട്ടതിന് ശേഷം ജോലിക്ക് കയറുക. അങ്ങനെയാണ് ജോലി വരുന്നത്. അപ്പോൾ അത് ഹലാലാണ്, കുഴപ്പമില്ല. പരിശുദ്ധ യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധങ്ങളിൽ ആളുകളെ ജോലിക്ക് എടുക്കുന്നത്, അതിൻ്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടത്. അൽ അജീരി ഫിൽ ഗസ്വി, ഗസ്വ എന്ന് പറഞ്ഞാൽ വിശുദ്ധ യുദ്ധങ്ങളാണ്. യഅല ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ജയ്ഷൽ ഉസ്ര യുദ്ധം ചെയ്തിട്ടുണ്ട്, അതായത് തബൂക്ക് യുദ്ധത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു ഞാൻ. എൻ്റെ അഭിപ്രായത്തിൽ അതായിരുന്നു എൻ്റെ അമലുകളിൽ, അതായത് പ്രവർത്തികളിലെ ഏറ്റവും നല്ല പ്രവൃത്തി. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ആ യുദ്ധമാണ്. ആ സമയത്ത് എനിക്കൊരു പണിക്കാരനുണ്ടായിരുന്നു. അവൻ ആരോ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കി. അതിലൊരാൾ മറ്റേയാളുടെ വിരല് കടിക്കുകയോ അല്ലെങ്കിൽ മുറിക്കുകയോ ചെയ്തു. ആ കടിച്ചപ്പോൾ അവൻ്റെ പല്ല് പറഞ്ഞുപോയി, കടിച്ചതിൻ്റെ ആഘാതത്തിൽ. അവൻ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരാതി പറഞ്ഞു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കേസ് തള്ളിക്കളഞ്ഞു. ഈ പല്ല് പോയ ആളാണ് പരാതി പറയാൻ ചെന്നത്. അതായത് ഒരു മനുഷ്യനെ പിടിച്ച് കടിച്ചു, അത് കഴിഞ്ഞ് പല്ല് പോയി. അപ്പോൾ എൻ്റെ പല്ല് പോയി എന്ന് പറഞ്ഞിട്ട് റസൂലിനോട് പരാതി പറഞ്ഞു. റസൂൽ ആ കേസേ തള്ളിക്കളഞ്ഞു, ക്യാൻസലാക്കി. അപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത്? നീ ഉദ്ദേശിച്ചത് അവൻ്റെ വിരൽ നിൻ്റെ വായിലേക്ക് വരുമെന്നും അണ്ട് നീ അത് ചുമ്മാ കടിച്ച് ഒട്ടകത്തിൻ്റെ, അതായത് ആണൊട്ടകം, വലിയ യാത്രാ ഒട്ടകം പോലത്തെ വലിയ സാധനം, അപ്പോൾ അതിൻ്റെ വായിലേക്ക് ഇട്ടിട്ട് അത് ചുമ്മാ കടിച്ച് കളയുന്നത് പോലെ നീ കടിക്കാം എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ച ആളെ കളിയാക്കുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് സമാധാനിപ്പിക്കുന്ന പോലെ. يعلى بن أمية رضي الله عنه قال غزوة مع النبي صلى الله عليه وسلم جيش العسرة فكان من أوثق أعمالي في نفسي فكان لي أجير فقاتل إنسانا فوضع أحدهما إصبع صاحبه فانتزع إصبعه فأنذر ثنيته فسقطت فانطلق إلى النبي صلى الله عليه وسلم فأهدر ثنيته وقال أفيضع إصبعه في فيك تقلامها قال أحسبه قال كما يقلم الفحل. അപ്പോൾ ഇതിൽ പറയുന്നത് ആ സഹാബിയുടെ പണിക്കാരൻ മുസ്ലിം അല്ലായിരുന്നു, അവർ യുദ്ധത്തിലായിരുന്നു. അപ്പോൾ യുദ്ധസമയങ്ങളിൽ അമുസ്ലിങ്ങളായ ആളുകളെയൊക്കെ പണിക്ക് അല്ലെങ്കിൽ സഹായിയായിട്ട്, വേലക്കാരനായിട്ട്, അല്ലെങ്കിൽ കൂടെ ഇപ്പോൾ ടെൻറ്റ് കെട്ടാനും ആഹാരം പാചകം ചെയ്യാനും അങ്ങനെ ഡോക്ടറായിട്ടൊക്കെ ഒരുപാട് ജോലികളുണ്ടല്ലോ, അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇബ്നു ജുറൈജ് വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹ് ബിൻ അബു മുലൈക്കയിൽ നിന്നാണ് അദ്ദേഹം അത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വല്യാപ്പ, വാപ്പയുടെ വാപ്പ അതുപോലത്തെ തത്തുല്യമായ ഒരു കഥ പറഞ്ഞതായിട്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കൈ കടിച്ചു. അപ്പോൾ കടിയുടെ ആഘാതത്തിൽ കടിച്ചവൻ്റെ തന്നെ പല്ല് പറഞ്ഞ് താഴെ വീണ് പോയി. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞു, അവന് പല്ല് പോയതിന് നഷ്ടപരിഹാരമൊന്നും കിട്ടാൻ യാതൊരു യോഗ്യതയുമില്ല, കേസ് തള്ളിക്കളഞ്ഞു. وقال ابن جريج وحدثني عبد الله بن أبي مليكة عن جده بمثل هذه الصفة أن رجلا وضع يد رجل فأنذر ثنيته فأهدرها أبو بكر رضي الله عنه.
അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.